എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. എക്സാമിന് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. അറബി 80-ൽ 80 മാർക്കും വാങ്ങുമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി എക്സാം അങ്ങ് വന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലർ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി വേണം. എന്നാലായിക്കോട്ടെ, ആവാലോ. നിങ്ങളത് കാര്യം ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞു പോവും, കാരണം ഇനി സമയമില്ലല്ലോ. നിങ്ങൾ ഒന്നെങ്കിൽ സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഏത് രീതിയിലാണെങ്കിലും കാണാം. പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കരുത്, സ്പീഡ് കൂട്ടിയിട്ട് കാണുക കേട്ടോ. ഓക്കെ, നോക്കാം. യുഖരിദുൽ ഇസ്ലാമുൽ മുസ്ലിമീന അല, ഇസ്ലാം മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അല ബിർദിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലിൻ്റെ മേൽ മുസ്ലിങ്ങളെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നു. 2, വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖല റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് വിധിക്കുന്നു, അല്ലാ തഅബ്ദു, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ, അല്ലാഹുവിനല്ലാതെ ആരാധിക്കരുത്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും നിങ്ങളുടെ റബ്ബ് വിധിക്കുന്നു, കൽപ്പിക്കുന്നു. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, വവസ്സൈന, നാം വസീത് ചെയ്യുന്നു അല്ലെങ്കിൽ കൽപ്പിക്കുന്നു, അൽ ഇൻസാന, മനുഷ്യരോട്, ബിവാലിദൈഹി, അവരുടെ മാതാപിതാക്കളെ കൊണ്ട് ഇഹ്സാന, നന്മ ചെയ്യാൻ. അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ നാം എന്ത് ചെയ്യുന്നു? വസിയത്ത് ചെയ്യുന്നു. റിദല്ലാഹി ഫി റിദൽ വാലിദൈനി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. റിദല്ലാഹി ഫി റിദൽ വാലിദൈനി. ഈ ചോദ്യങ്ങൾ കാനാഹ്വാത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാന, സോറ, ബാത്ത, ദല്ല, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ലൈസ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത പദം ഇസ്മ, അതെനിക്ക് മുബ്തദ എന്ന് പറയുക. ആ പദം എന്തായിരിക്കും? റഫ് ആണ് അതിന് ചെയ്യുക. കാന കഴിഞ്ഞ അടുത്ത പദം റഫ്. പിന്നീട് വരുന്ന പദം ഏതാ? നസ്ബാണ് ചെയ്യുക. അതിൻ്റെ ഖബറിനക്ക് നസ്ബ്. നോക്കാം, ഉദാഹരണം നോക്കാം. കാനല്ലാഹു ഗഫൂറ, കാനല്ലാഹു, കാന കഴിഞ്ഞു, അള്ളാഹു, മുബ്തദനിക്ക് റഫ്, ഗഫൂറ അതിൻ്റെ ഖബറിനിക്ക് നസ്ബ്. സിമ്പിളാണ്. ഉദാഹരണം 2 പഠിച്ചു വെച്ചാൽ മതി. സോറൽ മാ ഓ ബാരിദൻ, വെള്ളം തണുപ്പുള്ളതായി അല്ലേ. പിന്നെ ശരിക്കും നോക്കണേ, ഹറക്കത്ത് തെറ്റരുത് കേട്ടോ. ദമ്മാണ്, മർഫു ആണ്. നോക്കാം. ഇനി ഇഖ്തരി ഷാദ മിമ്മ ഫിൽ ഖൗസൈനി, കൂട്ടത്തിൽ പെടാത്ത എഴുതാനാണ്. സോറ, ലൈസ, ലഅല്ല, അസ്ബഹ കൊടുത്തിട്ടുണ്ട്. സോറയും ലൈസയും അസ്ബഹക്ക് കാനാഹ്വാത്തുമായി ബന്ധപ്പെട്ടതാണ്. ലഅല്ലയാണ് ഇവിടെ ആൻസർ. ഇനി കാനാഹ്വാത്ത് തന്നെയാണ്. അസ്ബഹത്തുൽ വർദത്തു മുതഫത്തിഹത്തുൻ അല്ലേ. അസ്ബഹത്ത് വന്നു, അൽ വർദത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. കാന അഹ്വാത്ത് വന്നാൽ അടുത്ത പദത്തിന് എന്താണ്? മുബ്തദാണ്, അതിനൊക്കെ റഫ് ചെയ്യും. പിന്നീട് വരുന്ന പദം ഖബർ എന്ന് പറയും, അതിനൊക്കെ നസ്ബ് ചെയ്യും. ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യമാട്ടോ. ഷാഇർ ഫിദാഉൻ ലിൽ വത്തൻ, ഫിദാഉൻ ലിൽ വത്തൻ എന്ന കവിതയുടെ ഷാഇർ ആരാണ്? അത് രചിച്ചതാരാണ്? ഇബ്രാഹിം നാജി. ജിൻസിയത്ത് ഇബ്രാഹിം നാജി. ഇബ്രാഹിം നാജിയുടെ ദേശം, രാഷ്ട്രം ഏതാണ്? മിസ്രിയാണ് അല്ലേ, മിസ്രി. ഇനി ഇഖ്തർ ഷാദ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ഷാദായത് അനുയോജ്യമല്ലാത്ത എടുത്ത് എഴുതാനുള്ളതാണ്. വറ അൽ ഗമാം ലയാലി സത്യഹ് അത്തായറുൽ ജരീഹ് ലയാലിൽ ഖാഹിറ. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ലയാലി സത്യഹാണ്. ബാക്കിയുള്ളതൊക്കെ മിൻ മുഅല്ലഫാത്ത് ഇബ്രാഹിം നാജി, ഇബ്രാഹിം നാജിയുടെ രചനകളാണ്. അപ്പോൾ ഇബ്രാഹിം നാജിൻ്റെ രചനകൾ ഇപ്പോൾ പഠിച്ചോ. വറ അൽ ഗമാം അത്തായറുൽ ജരീഹ് ലയാലിൽ ഖാഹിറ. അടുത്ത ചോദ്യം. വലിദ് ഇബ്രാഹിം നാജി, ഇബ്രാഹിം നാജി ജനിച്ചു ഫിൽ ഖാഹിറ, കൈറോയിലാണ് അദ്ദേഹം ജനിച്ചത്. 13ാമത്തെ ചോദ്യം. മൗലൂഉൽ ഖിസ്സത്തി ഹലാവത്തുൽ ഉമൂമ, മാതൃത്വത്തിൻ്റെ മാധുര്യം എന്ന ഖിസ്സയുടെ സബ്ജക്റ്റ് എന്താണ്? വിഷയം എന്താണ്? ഹനാനുൽ ഉമ്മി ലിവലദിഹ, മക്കളോടുള്ള ഉമ്മയുടെ സ്നേഹമാണ്, വാത്സല്യമാണ് ഹലാവത്തുൽ ഉമൂമ എന്ന ഖിസ്സയുടെ മൗലൂ. ഇൽലമ്മ ഇബ്രാഹിം നാജി ഇലാ മദ്രസത്തി, ഇൽലമ്മ ചേർന്നു, ഇബ്രാഹിം നാജി ചേർന്നു, ഇലാ മദ്രസത്തി,
സംഘടനയിൽ. ഇവിടെ മദ്രസ എന്നതിന് പതിനർത്ഥം സംഘടന എന്നാണ്. ഏത് സംഘടന? അപ്പോളോ എന്ന സംഘടനയിലാണ് ഇബ്രാഹിം നാജി ചേർന്നത്. ഇഖ്തർ ഷാദ മിമ്മ ഫിൽ ഖൗസിന് ബ്രാക്കറ്റിൽ നിന്ന് ഷാദ ആയത് എഴുതാം. ഇബ്നു സീന കൊടുത്തിട്ടുണ്ട്, ഹാഫിൽ ഇബ്രാഹിം കൊടുത്തിട്ടുണ്ട്, ഇബ്രാഹിം നാജി കൊടുത്തിട്ടുണ്ട്, ഇലിയ അബു മാലി. ഇതിൽ ഇബ്നു സീന ഒഴികെ എല്ലാവരും ഷുഅറ ആണ്, കവികളാണ്. മൗലൂഉ ഉൽ മൻലൂമി ഫിദാഉൽ വത്തൻ. ഫിദാഉൽ വത്തൻ എന്ന മൻലൂമിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? നേരത്തെ ചോദിച്ചതാണ് ഹലാവത്തുൽ ഉമൂമ എന്ന ഖിസ്സയുടെ വിഷയം, അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഇപ്പോൾ ചോദിക്കുന്നത് ഫിദാഉൽ വത്തൻ എന്ന കവിതയുടെ മൗലൂ വിഷയം എന്താണ്? ഹുബുൽ വത്തനി വഹിമായത്തുഹു, രാജ്യസ്നേഹവും അതിൻ്റെ സംരക്ഷണവുമാണ് അല്ലേ വിഷയം. ഈ ചോദ്യം നോക്കൂ നിങ്ങൾ, അദവാത്തുൽ മദ്രസീയുമായി ബന്ധപ്പെട്ടതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മിനൽ അദവാത്തുൽ മദ്രസീയ, മദ്രസ ഉപകരണങ്ങളിൽ പെട്ടതാണ് മിസ്തർ. മിസ്തർ എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലിലെ. ഓക്കെ. ഇഖ്തർ ഇസ്മൻ മിനൽ ഖൗസൻ, ഇതിൽ നിന്ന് ഇസ്മിനെ കണ്ടുപിടിക്കുക. ഇസ്മ ഫിഅൽ ഹർഫ് കണ്ടുപിടിക്കാനുള്ള ഐഡിയകൾ ടിപ്സുകൾ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണേണ്ടവർ കാണാം. സദീഖുൻ എന്നതാണ് ഏത്? ഇസ്മ. ഞാൻ പറഞ്ഞിരുന്നു തൻവീന് വന്നാൽ ഇസ്മാണ്, അലിഫ്ലാം വന്നാൽ ഇസ്മാണ്, ദമീറുകൾ വന്നാൽ ഇസ്മാണ്. ഇല ഏതാണ്? ഇല ഹർഫാണ്. യദ്റുസു ഫിഅലാണ്. മിനൽ കലിമത്തി തഹദീബിയ, പൊളൈറ്റ് വേർഡ്സ്, ഇത് ചർച്ച ചെയ്താണ്. മിനൽ കലിമത്തി തഹദീബിയ നമ്മുടെ മാന്യമായിട്ടുള്ള സംസാരങ്ങളിൽ പെട്ടതാണ്. ഇലൽ ലിഖാ, സിയു എന്നുള്ളത്. സിയു. അൽ ലഫ്ദു ലി ഹയർ സെക്കൻഡറി ഫിൽ അറബിയ, അറബിയിൽ ഹയർ സെക്കൻഡറി എന്ന ലഫ്ദ് എങ്ങനെ പേര് വിളിക്കാം? സാനവിയ എന്ന് പറഞ്ഞാൽ എന്താ? പറയൂ. സെക്കൻഡറി. ആലിയ എന്ന് പറഞ്ഞാലോ? ഹയർ. അപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാലോ? അസാനവിയത്തുൽ ആലിയ. അൽ മുറാദു ബിൽ മെഹ്നത്തി ഫിൽ ബയാനത്തി ഷഖ്സിയ, ബയോഡാറ്റയിൽ മെഹ്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒക്കുപ്പേഷൻ, ജോലി അല്ലേ. അടുത്ത ചോദ്യം, ഇഖ്തരി ഷാദ മിമ്മാ ഫിൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നുള്ളതിൽ നിന്ന് ഷാദായത് തിരഞ്ഞെടുക്കുക. മിർസം ഉണ്ട്, ഹക്കീബത്തുണ്ട്, ദഫ്തറുണ്ട്, ബുർത്തുക്കാൽ. ഇവിടെ ആൻസർ ഏതാണ്? ബുർത്തുക്കാൽ. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. മിർസം, ഹക്കീബത്ത്, ദഫ്തറൊക്കെ അദവാത്തിൽ മദ്രസ ഉപകരണങ്ങളിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, എക്സലൻ്റ് എന്നതിൻ്റെ അറബി എന്താണെന്നാണ്. മുംതാസ്, എക്സലൻ്റ് അല്ലേ, ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഒരു റിവിഷൻ ആയിക്കോട്ടെ അല്ലേ. ഹുവ അൽ ലഫ്ലു ദാലു അല ഹദസിൻ മുഖ്തരിൻ ബിസമാൻ, കാലത്തോട് അന്വരിച്ച ഒരു സംഭവത്തിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ലാണ് ഫിഅൽ. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയത്തുൻ, പഠിച്ചതാണ്. ഔഹനൽ ബുയൂത്ത്, ഇതൊരു ഖിസ്സയാണോ, മൻലൂമാണോ, കവിതയാണോ, മസ്രഹിയത്താണോ, നാടകമാണോ? ഒരു സ്റ്റോറിയാണ് അല്ലേ, ഖിസ്സയാണ്. ഹനാൻ ലഹാം നാഷിത്തത്തുൻ ഫി മജാലി റൗളത്തുൽ അത്ഫാൽ, കുട്ടികളുടെ പ്രവർത്തന മേഖലയിലാണ് ഇവർ പ്രവർത്തിച്ചത്. കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് ഹനാൻ ലഹാം പ്രവർത്തിച്ചത്. ജിൻസിയത്ത് ഹനാൻ ലഹാം, ഹനാൻ ലഹാമിൻ്റെ നാഷണാലിറ്റി ഏതാണ്? സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ് ഹനാൻ ലഹാം. മിൻ മുഅല്ലഫാത്തിൽ കാത്തിബത്തുൽ ഹനാൻ ലഹാം, ഹനാൻ ലഹാം എന്ന എഴുത്തുകാരിയുടെ രചനകളിൽപ്പെട്ടതാണ് അശംസു വരീഹ് അല്ലേ, സൂര്യനും കാറ്റും. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള അൽ ഖാനൂൻ ഫി തിബ്, ഇതാരുടെ ഗ്രന്ഥമാണ്? ഇബ്നു സീന. അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? അഷേഖുർ റയീസ്. ക്ലിയർ അല്ലേ? മൗദൂഉൽ ഖിസ്സത്തി ഔഹനൽ ബുയൂത്ത്, ഔഹനൽ ബുയൂത്ത് എന്ന ഖിസ്സയുടെ വിഷയം എന്താണ്? അത്തഖാലീദുൽ ഫാസിദത്തു ഫി സിവാജ്, വിവാഹത്തിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ, ദുഷിച്ച വശങ്ങളെക്കുറിച്ചാണ്, വിവാഹത്തിലെ ദുഷിച്ച വശങ്ങളെക്കുറിച്ചാണ് ഔഹനൽ ബുയൂത്ത് എന്ന ഖിസ്സയിൽ ചർച്ച ചെയ്യുന്നത്. ഇഖ്തിർ ഗൈറൽ മുതജാനിസി മിമ്മ ഫിൽ ഖൗസൈനി, അനുയോജ്യമല്ലാത്തൊരു പദം എടുത്ത് എഴുതാം. നോക്കാം. ഷുർത്തി, പോലീസുകാരൻ. തൊബീബ്, ഡോക്ടർ. മുഹന്ദിസ്, എഞ്ചിനീയർ. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, വിളക്ക് അല്ലേ. അപ്പോൾ മിസ്ബാഹാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. ലുഖിബ് ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നു ബിഷാഇരിനീൽ, ഒരു 100 പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചേക്കും. ഷാഇരിനീൽ, നൈലിൻ്റെ നദി, നൈൽ നദിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. ജിൻസിയത്ത് ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിമിൻ്റെ സ്വദേശം എവിടെയാണ്? മിസ്രിയാണ്. ഇവിടുത്തെ ഷായർ ഹാഫിൽ ഇബ്രാഹിം
ഫി ഉസിയൂത്ത്. ഉസിയൂത്ത് എന്ന പ്രവിശ്യയിലാണ് ഹാഫിദ് ഇബ്രാഹിം ജനിച്ചത്. മിൻ മുഅല്ലഫാത്തി ഹാഫിദ് ഇബ്രാഹിം, കൂട്ടത്തിൽ നിന്ന് ഹാഫിദ് ഇബ്രാഹിമിൻ്റെ രചനകൾ ഏതാണ്? ലയാലി സത്തീഹാണ്. അസാസു കുല്ലി നജാഹിൻ വസാദത്തിൻ. അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസാദത്തിൻ. എല്ലാ വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അടിത്തറയാണ് ഇൽമ്. ഇൽമുമായി ബന്ധപ്പെട്ട് എസ് പഠിക്കണം കേട്ടോ, ചോദിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഏതായാലും തുടങ്ങി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ഒരു അടുത്ത ഭാഗം കൂടി ഉണ്ടാവും കേട്ടോ. 2 യൂണിറ്റിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം കൂടി ആയാൽ പക്ക 1 വേർഡ് ക്വസ്റ്റ്യനാണ്, ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.